ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മലപ്പുറം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഞാനും റെനും കൂടെ ന്യൂഡിൽസിൻ്റെ സെക്ഷനിലൊന്ന് പരതായിരുന്നു കേട്ടോ. ഏതെങ്കിലും ഒരു വെറൈറ്റി ന്യൂഡിൽസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നത്. അവസാനം ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഫോട്ടോ ഉള്ളത് കണ്ടപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു നോക്കിയത്. ഈ ചെറിയൊരു പാക്കറ്റിന് തന്നെ 80 രൂപ എങ്ങാനും ഉണ്ടായതുകൊണ്ട് ആകെ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. ഇനി ആ കൊടുന്ന ന്യൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കൊറിയൻ രാമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പാക്കറ്റില്. ചിക്കൻ ഫ്ലേവറിലുള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പാക്കറ്റ് സീസണിങ് ആണ് അതിലുണ്ടായിരുന്നത്. ഇവിടെ ന്യൂഡിൽസ് ഇഷ്ടപ്പെടുന്ന ആകെ 2 ആൾക്കാരേ ഉള്ളൂ. അത് ഞാനും റെനും ആണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ന്യൂഡിൽസിന്റെ സെക്ഷനിൽ ഏതാ പുതിയതായിട്ട് ട്രൈ ചെയ്യാനുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കൊറിയൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമൊക്കെ ഞങ്ങളെ കൈ പോകുള്ളൂ കേട്ടോ. കൊറിയന്റെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. പക്ഷെ എരിവിന്റെ കൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചൊരു ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. മാത്രമല്ല മുളകും പൊടിയുടെ ഭയങ്കര ഒരു കുത്തലും ഫീൽ ചെയ്തു. ആവശ്യത്തിലധികം മുളകും പൊടി ഇട്ട് ഉണ്ടാക്കിയ പോലത്തെ ഒരു ടേസ്റ്റ്. പാനിൽ തന്നെ എന്താ എടുത്ത് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ആ എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ ബണ്ണും കൂടി എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ ശരി, ബൈ.